യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, മഹനായും ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായമാണ്. ഇതിൽ നിന്ന് 100 ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യം 1. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 32 വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 3 ശീർഷകങ്ങൾ. 1. കാണാതായ ആടിന്റെ ഉപമ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കാണാതായ നാണയത്തിന്റെ ഉപമ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 3. ധൂർത്തപുത്രന്റെ ഉപമ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 3. അവന്റെ വാക്കുകൾ കേൾക്കാൻ അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരൊക്കെയാണ്? ഉത്തരം ചുങ്കക്കാരും പാപികളും. അവന്റെ വാക്കുകൾ കേൾക്കാൻ ചുങ്കക്കാരും പാപികളുമാണ് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. ചുങ്കക്കാരും പാപികളുമെല്ലാം എന്തിനാണ് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്? ഉത്തരം അവന്റെ വാക്കുകൾ കേൾക്കാൻ. അവന്റെ വാക്കുകൾ കേൾക്കാനാണ് ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ലൂക്ക 15:2. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പിറുപിറുത്തതാരാണ്? ഉത്തരം ഫരിസേയരും നിയമജ്ഞരും. ചോദ്യം 6. ഫരിസേയരും നിയമജ്ഞരും എന്താണ് പിറുപിറുത്തത്? ഉത്തരം ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തത്. ചോദ്യം 7. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുക്കാൻ കാരണമെന്ത്? ഉത്തരം ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നതിനാൽ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നതിനാലാണ് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തത്. ലൂക്ക 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? ലൂക്ക 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആദ്യ ഉപമ ഏത്? ഉത്തരം കാണാതായ ആടിന്റെ ഉപമ. ഈശോ കാണാതായ ആടിന്റെ ഉപമ പറയുമ്പോൾ ആരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു? ഉത്തരം ചുങ്കക്കാർ, പാപികൾ, ഫരിസേയർ, നിയമജ്ഞർ. ചുങ്കക്കാർ, പാപികൾ, ഫരിസേയർ, നിയമജ്ഞർ എന്നിവരായിരുന്നു അവിടെ സന്നിഹിതരായിരുന്നത്. ചോദ്യം 10. 99 ആടുകളെ എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ട ഒരാടിനെ തേടിപ്പോകുന്നത്? ഉത്തരം മരുഭൂമിയിൽ. 99 ആടുകളെ മരുഭൂമിയിൽ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ട ഒരാടിനെ തേടിപ്പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 5-6 വാക്യങ്ങൾ. കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ചോദ്യം 11. നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഉത്തരം സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. കണ്ടുകിട്ടിയ ആടിനെ തോളിലേറ്റി വീട്ടിലെത്തുമ്പോൾ അവൻ ആരെയാണ് വിളിച്ചു കൂട്ടുന്നത്? ഉത്തരം കൂട്ടുകാരെയും അയൽവാസികളെയും. കണ്ടുകിട്ടിയ ആടിനെ തോളിലേറ്റി വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടും. കണ്ടുകിട്ടിയ ആടിനെ തോളിലേറ്റി വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ചോദ്യം 14. നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ആരോടാണ് ഇപ്രകാരം പറയുന്നത്? ഉത്തരം നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയവൻ തൻ്റെ കൂട്ടുകാരോടും അയൽവാസികളോടും.
നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയവൻ തന്റെ കൂട്ടുകാരോടും അയൽവാസികളോടും പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ. ലൂക്ക 15:7. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്ക 15:7. അടുത്ത ചോദ്യം, സ്വർഗത്തിൽ ആരെക്കുറിച്ചാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്? ഉത്തരം, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച്. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ ആരേക്കാൾ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിലുണ്ടാകും. ചോദ്യം 17. കാണാതായ ആടിന്റെ ഉപമയിൽ അനുതപിക്കുന്ന ഒരു പാപിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം, കണ്ടുകിട്ടിയ നഷ്ടപ്പെട്ട ആടിനോട്. അനുതപിക്കുന്ന പാപിയെ കണ്ടുകിട്ടിയ നഷ്ടപ്പെട്ട ആടിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കാണാതായ ആടിന്റെ ഉപമയിലെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം, മരുഭൂമിയിൽ വിട്ടിട്ടുപോയ 99 ആടുകളോട്. 99 നീതിമാന്മാരെ മരുഭൂമിയിൽ വിട്ടിട്ടുപോയ 99 ആടുകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ലൂക്ക 15-ലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം, കാണാതായ നാണയത്തിന്റെ ഉപമ. 8 മുതൽ 10 വരെയുള്ള 3 വാക്യങ്ങളാണ് കാണാതായ നാണയത്തിന്റെ ഉപമയിലുള്ളത്. ലൂക്ക 15-ൽ പറയുന്ന രണ്ടാമത്തെ ഉപമ ഏത്? ഉത്തരം, കാണാതായ നാണയത്തിന്റെ ഉപമ. ലൂക്ക 15-ാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകവും രണ്ടാമത്തെ ഉപമയും കാണാതായ നാണയത്തിന്റെ ഉപമയാണ്. ലൂക്ക 15:8. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കിട്ടുവോളവും ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കാണാതായ നാണയത്തിലെ ഉപമയിലെ സ്ത്രീക്ക് എത്ര നാണയമായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം, 10 നാണയം. 10 നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ട സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ഉത്തരം, വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കും. 10 നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ട സ്ത്രീ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കും. അടുത്ത ചോദ്യം, ആര് എന്ത് കണ്ടുകിട്ടുവോളമാണ് വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നത്? ഉത്തരം, 10 നാണയങ്ങളുള്ള സ്ത്രീ നഷ്ടപ്പെട്ടു പോയ ഒരു നാണയം കണ്ടുകിട്ടുവോളം. 10 നാണയങ്ങളുള്ള സ്ത്രീ നഷ്ടപ്പെട്ടു പോയ ഒരു നാണയം കണ്ടുകിട്ടുവോളം വീട് അടിച്ചു വാരി അത് ഉത്സാഹത്തോടെ അന്വേഷിക്കും. ചോദ്യം 24. കാണാതായ ആടിന്റെ ഉപമയിൽ എത്ര ആടുകളാണുള്ളത്? ഉത്തരം, 100 ആടുകൾ. കാണാതായ ആടിന്റെ ഉപമയിൽ 100 ആടുകളാണുള്ളത്. ചോദ്യം 25. കാണാതായ നാണയത്തിന്റെ ഉപമയിൽ എത്ര നാണയങ്ങളാണുള്ളത്? ഉത്തരം, 10 നാണയങ്ങൾ. കാണാതായ നാണയത്തിന്റെ ഉപമയിൽ 10 നാണയങ്ങളാണുള്ളത്. കാണാതായ നാണയത്തിന്റെ ഉപമയിൽ 10 നാണയങ്ങളും കാണാതായ ആടിന്റെ ഉപമയിൽ 100 ആടുകളുമാണുള്ളത്. ലൂക്ക 15:9. കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. കാണാതായ നാണയം കണ്ടുകിട്ടുമ്പോൾ അവൾ ആരെയൊക്കെയാണ് വിളിച്ചു കൂട്ടുന്നത്? ഉത്തരം, കൂട്ടുകാരെയും അയൽവാസികളെയും. കാണാതായ നാണയം കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടും. അടുത്ത ചോദ്യം, കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവൾ എന്താണ് പറയുന്നത്? ഉത്തരം, സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു എന്നവൾ പറയും. നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം,
നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയവൻ കൂട്ടുകാരോടും അയൽവാസികളോടും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, എന്നോടുകൂടി സന്തോഷിക്കുവിൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം, കാണാതായ നാണയം കണ്ടുകിട്ടിയ സ്ത്രീ തൻ്റെ കൂട്ടുകാരോടും അയൽവാസികളോടും. ലൂക്ക 15:9. ലൂക്ക 15:6 നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ എന്നും ലൂക്ക 15:9 എന്നോടുകൂടി സന്തോഷിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയവൻ നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ എന്നും കാണാതായ നാണയം കണ്ടുകിട്ടിയ സ്ത്രീ എന്നോടുകൂടി സന്തോഷിക്കുവിൻ എന്നും പറഞ്ഞിരിക്കുന്നു. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ലൂക്ക 15:10 അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്ക 15:10. അടുത്ത ചോദ്യം, ലൂക്ക 15:10 അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ആരുടെ മുൻപിൽ സന്തോഷമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്നാണ് ലൂക്ക 15:10 പറഞ്ഞിരിക്കുന്നത്. ലൂക്ക 15:7 അനുസരിച്ച് അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് എവിടെ കൂടുതൽ സന്തോഷമുണ്ടാകും? ഉത്തരം, സ്വർഗത്തിൽ. ആരെക്കുറിച്ചാണ് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുന്നത്? ഉത്തരം, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച്. ലൂക്ക 15:7 അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്നും 15:10 അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം, ധൂർത്തപുത്രന്റെ ഉപമ. 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. ആർക്കാണ് 2 പുത്രന്മാരുണ്ടായിരുന്നത്? ഉത്തരം, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ലൂക്ക 15:11. അടുത്ത ചോദ്യം, പിതാവേ, സ്വത്തിൽ പകുതി എനിക്ക് തരിക എന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം, ഇളയവൻ. അടുത്ത ചോദ്യം, പിതാവേ, സ്വത്തിൽ പകുതി എനിക്ക് തരിക എന്ന് ഇളയവൻ പിതാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ പിതാവ് എന്താണ് ചെയ്തത്? ഉത്തരം, അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ആരാണ് ദൂരദേശത്തേക്ക് പോയത്? ഉത്തരം, ഇളയ മകനാണ് ദൂരദേശത്തേക്ക് പോയത്. ഇളയ മകൻ എപ്പോഴാണ് ദൂരദേശത്തേക്ക് പോയത്? ഏറെ താമസിയാതെ ഇളയ മകൻ ദൂരദേശത്തേക്ക് പോയി. ചോദ്യം 39. ഇളയ മകൻ എങ്ങനെയാണ് ദൂരദേശത്തേക്ക് പോയത്? ഉത്തരം, എല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ഇളയ മകൻ ദൂരദേശത്തേക്ക് പോയത്. 40. ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ എങ്ങനെയാണ് ജീവിച്ചത്? ഉത്തരം, ധൂർത്തനായി. ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ ധൂർത്തനായിയാണ് ജീവിച്ചത്. 41-ാമത്തെ ചോദ്യം, ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ സ്വത്ത് എങ്ങനെയാണ് നശിപ്പിച്ചത്? ഉത്തരം, ധൂർത്തനായി ജീവിച്ച്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 14, 15 വാക്യങ്ങൾ. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 14, 15 വാക്യങ്ങൾ.
അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ സ്വത്തെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അടുത്ത ചോദ്യം: അവൻ എങ്ങനെയാണ് ഞെരുക്കത്തിലായത്? ഉത്തരം: അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടായി. അങ്ങനെയാണ് അവൻ ഞെരുക്കത്തിലായത്. അവൻ ആരുടെ അടുത്താണ് അഭയം തേടിയത്? ഉത്തരം: ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത്. സ്വത്തെല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അടുത്ത ചോദ്യം: അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് എപ്പോഴാണ് അഭയം തേടിയത്? ഉത്തരം: അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അപ്പോഴാണ് അവൻ ആ ദേശത്തെ പൗരന്റെ അടുത്ത് അഭയം തേടിയത്. അയാൾ അവനെ എന്തിന് എവിടേക്കാണ് അയച്ചത്? ഉത്തരം: പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. അവൻ അഭയം തേടിയ ഇളയപുത്രൻ അഭയം തേടിയ പൗരൻ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. ആരാണ് അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചത്? ഉത്തരം: അവൻ ദേശത്ത് അഭയം തേടിയ പൗരൻ. അവൻ ദേശത്ത് അഭയം തേടിയ പൗരനാണ് അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചത്. അടുത്ത ചോദ്യം: ആ ദേശത്തെ പൗരൻ പന്നികളെ മേയ്ക്കാൻ അവനെ എവിടേക്കാണ് അയച്ചത്? ഉത്തരം: വയലിലേക്ക്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം: പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷേ ആരും അവന് കൊടുത്തില്ല. ലൂക്ക 15:16. ചോദ്യം 48: അവൻ എന്താണ് ആശിച്ചത്? ഉത്തരം: പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാനാണ് അവൻ ആശിച്ചത്. പക്ഷേ ആരും അവന് കൊടുത്തില്ല. എന്താണ് അവന് കൊടുക്കാതിരുന്നത്? പന്നി തിന്നിരുന്ന തവിട്. ലൂക്ക 15:16. ലൂക്ക 15:17: അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ലൂക്ക 15:17 അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറയുന്നു. എപ്പോഴാണ് സുബോധമുണ്ടായത്? ഉത്തരം: ആരും അവന് പന്നി തിന്നിരുന്ന തവിട് പോലും കൊടുക്കാതിരുന്നപ്പോൾ. ആരും അവന് പന്നി തിന്നിരുന്ന തവിട് പോലും കൊടുക്കാതിരുന്നപ്പോഴാണ് അവന് സുബോധമുണ്ടായത്. അടുത്ത ചോദ്യം: അവന് സുബോധമുണ്ടായപ്പോൾ ധൂർത്തപുത്രൻ എന്താണ് പറഞ്ഞത്? ഉത്തരം: എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ലൂക്ക 15:17. ധൂർത്തപുത്രന്റെ പിതാവിന്റെ വീട്ടിൽ ആരാണ് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത്? ഉത്തരം: പിതാവിന്റെ ദാസന്മാർ. പിതാവിന്റെ വീട്ടിൽ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ ആരാണ് വിശന്നു മരിക്കുന്നത്? ഉത്തരം: ധൂർത്തപുത്രൻ അഥവാ ഇളയപുത്രൻ. പിതാവിന്റെ വീട്ടിൽ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ ധൂർത്തപുത്രൻ അഥവാ ഇളയപുത്രനാണ് വിശന്നു മരിക്കുന്നത്. ലൂക്ക 15:18: ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. ലൂക്ക 15:18. ചോദ്യം 54: ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും എന്ന് ധൂർത്തപുത്രൻ പറഞ്ഞതെപ്പോൾ? ഉത്തരം: അവന് സുബോധമുണ്ടായപ്പോൾ. അവന് സുബോധമുണ്ടായപ്പോഴാണ് ധൂർത്തപുത്രൻ അഥവാ ഇളയപുത്രൻ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞത്. ചോദ്യം 55: ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, അതിനുശേഷം ഞാൻ അവനോട് എന്തു പറയുമെന്നാണ് ധൂർത്തപുത്രൻ പറയുന്നത്? ഉത്തരം: പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു.
അടുത്ത ചോദ്യം, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറയുവാൻ തീരുമാനിച്ചത് ആരാണ്? ധൂർത്തപുത്രൻ. ധൂർത്തപുത്രനാണ് പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറയുവാൻ തീരുമാനിച്ചത്. ലൂക്ക 15:19 ഉദ്ധരിക്കുക. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ലൂക്ക 15:19. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ചോദ്യം 58. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പിതാവിനോട് ഏറ്റുപറയുവാൻ തീരുമാനിച്ചതാരാണ്? ഉത്തരം, ധൂർത്തപുത്രൻ അഥവാ ഇളയപുത്രൻ. ചോദ്യം 59. തന്നെ ആരിൽ ഒരുവനായി സ്വീകരിക്കണമേ എന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് അപേക്ഷിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം, തൻ്റെ പിതാവിൻ്റെ ദാസരിൽ ഒരുവനായി. തൻ്റെ പിതാവിൻ്റെ ദാസരിൽ ഒരുവനായി തന്നെ സ്വീകരിക്കണമേ എന്നപേക്ഷിക്കുവാനാണ് ധൂർത്തപുത്രൻ തീരുമാനിച്ചത്. ലൂക്ക 15:20. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ലൂക്ക 15:20. ചോദ്യം 60. ദൂരെ വെച്ച് തന്നെ മകനെ കണ്ട പിതാവ് എന്ത് ചെയ്തു? ഉത്തരം, അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. തൻ്റെ മകനെ ദൂരെ വെച്ച് തന്നെ കണ്ട പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ലൂക്ക 15:21. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ലൂക്ക 15:21. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച പിതാവിനോട് ധൂർത്തപുത്രൻ എന്താണ് പറഞ്ഞത്? ഉത്തരം, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ആർക്കെതിരെയാണ് താൻ പാപം ചെയ്തതെന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് ഏറ്റു പറഞ്ഞത്? ഉത്തരം, സ്വർഗത്തിനെതിരായി. താൻ സ്വർഗത്തിനെതിരായി പാപം ചെയ്തു എന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് ഏറ്റു പറഞ്ഞത്. ആരുടെ മുമ്പിൽ താൻ പാപം ചെയ്തു എന്നാണ് ധൂർത്തപുത്രൻ ഏറ്റു പറഞ്ഞത്? ഉത്തരം, പിതാവിൻ്റെ മുൻപിൽ. പിതാവിൻ്റെ മുൻപിൽ പാപം ചെയ്തു എന്നാണ് ധൂർത്തപുത്രൻ ഏറ്റു പറഞ്ഞത്. ചോദ്യം 64. പിതാവിൻ്റെ മുൻപിൽ പറയാൻ തീരുമാനിച്ചിട്ട് പറയാതെ പോയ കാര്യം എന്താണ്? ഉത്തരം, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ലൂക്ക 15:19. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്നുകൂടി പിതാവിനോട് അപേക്ഷിക്കുവാനാണ് ധൂർത്തപുത്രൻ തീരുമാനിച്ചിരുന്നത്. ലൂക്ക 15:22. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. ചോദ്യം 65. തൻ്റെ ദാസരോട് തിരിച്ചു വന്ന ഇളയ മകനെ എന്ത് ധരിപ്പിക്കുവാനാണ് പിതാവ് ആവശ്യപ്പെട്ടത്? ഉത്തരം, മേൽത്തരം വസ്ത്രം. ലൂക്ക 15:22. തൻ്റെ ദാസന്മാരോട് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്നാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. ചോദ്യം 66. തിരിച്ചു വന്ന ഇളയ മകനെ എന്തൊക്കെ അണിയിക്കുവാനാണ് പിതാവ് ദാസരോട് ആവശ്യപ്പെട്ടത്? ഉത്തരം, മോതിരവും ചെരുപ്പും. മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുവാനും മോതിരവും ചെരുപ്പും അണിയിക്കുവാനുമാണ് പിതാവ് ദാസരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്ത് ധരിപ്പിക്കുവാനാണ് എന്ന് ചോദിച്ചാൽ മേൽത്തരം വസ്ത്രമെന്നും, എന്തണിയിക്കുവാനാണ് ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മോതിരവും ചെരുപ്പും എന്നാണ് ഉത്തരം. മോതിരവും ചെരുപ്പും അണിയിക്കാൻ നിർദ്ദേശിച്ചതിന് ശേഷം പിതാവ് ദാസരോട് എന്താണ് കൽപ്പിച്ചത്? ഉത്തരം, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. മോതിരവും ചെരുപ്പും അണിയിക്കാൻ നിർദ്ദേശിച്ചതിന് ശേഷം പിതാവ് ദാസരോട് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്ന് കൽപ്പിച്ചു. ലൂക്ക 15:23. ലൂക്ക 15:23 കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്ന് കൽപ്പിച്ചതിന് ശേഷം പിതാവ് ദാസരോട് എന്താണ് പറഞ്ഞത്? നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. ലൂക്ക 15:23 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു,
കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. ഭക്ഷിച്ച് ആഹ്ലാദിക്കാൻ എന്തിനെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്നാണ് ദാസന്മാരോട് പിതാവ് കൽപ്പിച്ചത്? ഉത്തരം, കൊഴുത്ത കാളക്കുട്ടിയെ. ലൂക്ക 15:23 ഭക്ഷിച്ച് ആഹ്ലാദിക്കാൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്നാണ് ദാസന്മാരോട് പിതാവ് കൽപ്പിച്ചത്. ചോദ്യം 69. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിനെന്ന് നിർദ്ദേശിക്കുന്നതിന് മുമ്പ് പിതാവ് ദാസന്മാർക്ക് കൊടുത്ത കൽപ്പനകൾ ഏതൊക്കെയാണ്? ഉത്തരം, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. ലൂക്ക 15:22 ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ എന്ന് പിതാവ് ദാസന്മാർക്ക് കൽപ്പന കൊടുത്തു. ലൂക്ക 15:24 എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ലൂക്ക 15:24. ചോദ്യം 70. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. ആരോട്, ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറയുന്നത്? ഉത്തരം, പിതാവ് തന്റെ ദാസന്മാരോട് തിരിച്ചു വന്ന ഇളയ മകനെ കുറിച്ച്. ലൂക്ക 15:24 പിതാവ് തന്റെ ദാസന്മാരോട് തിരിച്ചു വന്ന ഇളയ മകനെ കുറിച്ചാണ് ഇപ്രകാരം പറയുന്നത്. പിതാവ് തന്റെ ദാസന്മാരോട് തിരിച്ചു വന്ന ഇളയ മകനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഉത്തരം, എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ലൂക്ക 15:24 പിതാവ് തന്റെ ദാസന്മാരോട് എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ചോദ്യം 72. എന്റെ ഈ മകൻ മൃതനായിരുന്നു, എന്നാൽ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് പിതാവ് പറയുന്നത്? ഉത്തരം, വീണ്ടും ജീവിക്കുന്നു. ലൂക്ക 15:24 എന്റെ ഈ മകൻ മൃതനായിരുന്നു, എന്നാൽ അവൻ വീണ്ടും ജീവിക്കുന്നു. ലൂക്ക 15:24 അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് തിരിച്ചു വന്ന ഇളയ മകനെ കുറിച്ച്, അഥവാ ധൂർത്തപുത്രനെ കുറിച്ച്. അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നത് സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് തിരിച്ചു വന്ന ഇളയ മകനെ കുറിച്ചാണ്. ചോദ്യം 74. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു എന്ന് ആരെക്കുറിച്ചാണ് ലൂക്ക 15:24 സൂചിപ്പിക്കുന്നത്? ഉത്തരം, സ്വത്ത് നശിപ്പിച്ച് തിരിച്ചു വന്ന ഇളയ മകനെ കുറിച്ച്, അഥവാ ധൂർത്തപുത്രനെ കുറിച്ച്. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു എന്ന് ലൂക്ക 15:24 സ്വത്ത് നശിപ്പിച്ച് തിരിച്ചു വന്ന ഇളയ മകനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലൂക്ക 15:25 അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു, അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു. ലൂക്ക 15:25. ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ മൂത്ത മകൻ എവിടെയായിരുന്നു? ഉത്തരം, വയലിൽ. ആരാണ് വയലിൽ നിന്ന് തിരിച്ചു വന്നത്? ഉത്തരം, മൂത്ത മകൻ. ചോദ്യം 78. വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് മൂത്ത മകൻ എന്താണ് കേട്ടത്? ഉത്തരം, സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം. വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് മൂത്ത മകൻ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദമാണ് കേട്ടത്. ചോദ്യം 79. എവിടെ വച്ചാണ് മൂത്ത മകൻ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടത്? ഉത്തരം, വീടിനടുത്ത് വെച്ച്. ലൂക്ക 15:26-27 വാക്യങ്ങൾ. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ചോദ്യം 80. മൂത്ത മകൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത്? ഉത്തരം, ഒരു വേലക്കാരനെ വിളിച്ച്. ലൂക്ക 15:26 അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. മൂത്ത മകൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ വേലക്കാരൻ എന്തു മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ലൂക്ക 15:27
നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ചോദ്യം 82. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, വേലക്കാരൻ മൂത്ത മകനോട്. ലൂക്ക 15:27. എന്തുകൊണ്ടാണ് പിതാവ് മുഴുത്ത കാളക്കുട്ടിയെ കൊന്നതെന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത്? ഉത്തരം, നിന്റെ സഹോദരനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട്. ലൂക്ക 15:28. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. അവൻ ആരാണ്? ഉത്തരം, മൂത്ത മകൻ. ചോദ്യം 85. പിതാവ് പുറത്തു വന്ന് അവനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, സാന്ത്വനങ്ങൾ. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്തിനാണ് പിതാവ് മൂത്ത മകനോട് സാന്ത്വനങ്ങൾ പറഞ്ഞത്? ഉത്തരം, അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചതിനാൽ. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചതിനാൽ പിതാവ് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. ലൂക്ക 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്തുകൊണ്ടാണ് ധൂർത്തപുത്രനിലെ മൂത്ത മകൻ പിതാവിനോട് കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചത്? ഉത്തരം, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്ന് വേലക്കാരൻ പറഞ്ഞത് കേട്ടപ്പോൾ. ചോദ്യം 88. എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു? ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ തന്റെ പിതാവിനോട്. ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ തന്റെ പിതാവിനോടാണ് ഇപ്രകാരം പറഞ്ഞത്. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ പിതാവിനോട്. എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇപ്രകാരം ആരോടാണ് പരാതിപ്പെട്ടത്? ഉത്തരം, ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ തന്റെ പിതാവിനോട്. ചോദ്യം 91. എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇപ്രകാരം ആരോടാണ് പരാതിപ്പെട്ടത്? ഉത്തരം, ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ തന്റെ പിതാവിനോട്. ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ തന്റെ പിതാവിനോട്, എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്ന് പരാതിപ്പെട്ടു. തന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എന്തുപോലും പിതാവ് നൽകിയില്ല എന്നാണ് മൂത്ത മകൻ പരാതിപ്പെട്ടത്. ഉത്തരം, ഒരു ആട്ടിൻകുട്ടിയെ പോലും. തന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ പിതാവ് ഒരു ആട്ടിൻകുട്ടിയെ പോലും നൽകിയില്ല എന്നാണ് മൂത്ത മകന്റെ പരാതി. ലൂക്ക 15:30. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. ലൂക്ക 15:30. ആർക്ക് വേണ്ടി പിതാവ് കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു എന്നാണ് മൂത്ത മകൻ പരാതി പറയുന്നത്? ഉത്തരം, വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ച് തിരിച്ചു വന്ന മകന് വേണ്ടി. വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ച് തിരിച്ചു വന്ന മകന് വേണ്ടി പിതാവ് മുഴുത്ത കാളയെ കൊന്നിരിക്കുന്നു എന്നാണ് മൂത്ത മകൻ പരാതി പറയുന്നത്. അടുത്ത ചോദ്യം, തിരിച്ചു വന്ന സഹോദരനെതിരെ മൂത്ത മകൻ എന്താണ് ആരോപിക്കുന്നത്? ഉത്തരം, വേശ്യകളോട് കൂട്ടുചേർന്ന് പിതാവിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ചു. ലൂക്ക 15:30 ഇളയ പുത്രനെ കുറിച്ച് പറയാത്ത ഏത് കുറ്റമാണ് മൂത്ത മകൻ ആരോപിക്കുന്നത്? ഉത്തരം, വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ചു എന്ന ആരോപണം. ലൂക്ക 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31. അടുത്ത ചോദ്യം,
അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31 ആര് ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം, ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവ് മൂത്ത മകനോട്. അടുത്ത ചോദ്യം, എപ്പോഴാണ് പിതാവ് മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ് എന്ന് മൂത്ത മകനോട് പറഞ്ഞത്? ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കി ആഹ്ലാദിച്ച പിതാവിനോട് തനിക്ക് കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ? 15:32 ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം, എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ലൂക്ക 15:32. ചോദ്യം 98, ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണമെന്ന് ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവ് തന്റെ മൂത്ത മകനോട്. ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവ് തന്റെ മൂത്ത മകനോടാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണമെന്ന് പിതാവ് മൂത്ത മകനോട് പറയുവാൻ കാരണമെന്ത്? ഉത്തരം, എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ചോദ്യം 100 പൂരിപ്പിക്കുക. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ഡാഷ്, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ ഡാഷ്, ജീവിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ജീവിക്കുന്നു എന്നും കണ്ടുകിട്ടിയിരിക്കുന്നു എന്നുമാണ് ഉത്തരം. പ്രിയ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് 100 ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.